സുന്നികൾ ആരോപിക്കുന്ന ഒന്നാണ് മുജാഹിദുകൾ തീവ്രവാദികളാണെന്ന്. എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് മുജാഹിദുകൾ ചെയ്ത്? തീവ്രവാദ പ്രവർത്തനം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, മുജാഹിദിൻ്റെ തുടക്കം ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പ്രവർത്തനത്തോടു കൂടിയാണെന്ന് പറഞ്ഞല്ലോ. ഇയാളാണ് അതിന് തുടക്കം കുറിച്ചതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട ബാധകൾ എന്ന എ വാഹിദ് കൊച്ചെഴുതിയ പുസ്തകത്തിലും പറയുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന 1.25 പുസ്തകത്തിലും പറയുന്നുണ്ട്. ഹിജ്റ 1115 ഭൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് ഇതിൻ്റെ തുടക്കവൻ. അയാൾ സൗദിയിൽ നടത്തിയ വിപ്ലവങ്ങൾ വിശദീകരിച്ച് താരീഖ് മംലക്കത്ത് അറബിയത്ത് സൗദിയ എന്ന പുസ്തകം, അവിടെ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകം. അതിൻ്റെ 148ാമത്തെ പേജിൽ കാണാം, വഅർസല ഇലൈഹി അബ്ദുൽ അസീസ് ഖുവ്വത്തൻ അസ്കരിയത്തൻ വഹാജമത്ത് കർബല വഖതലത്ത് കസീറൻ മിൻ അഹ്ലിഹ വഅഖദത് അംവാലുഹും വഹദമത്തിൽ ഖുബ്ബത്തൽ മൗലൂഅത്തല ഖബ്റുൽ ഹുസൈൻ. കർബല പട്ടണത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടെയുള്ള ഒരു വമ്പിച്ച വഹാബി സൈന്യം തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിന്റെ മഖ്ബറ, അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന് നേരെ ഉണ്ടാക്കിയിരുന്ന കുബ്ബ പൊളിക്കുകയും നേർച്ചപ്പെട്ടി കൊള്ളയടിക്കുകയും നൂറുകണക്കിന് ആളുകളെ കൊന്നു തീർക്കുകയും ചെയ്തു എന്ന് അറബിയിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേ ആശയം ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വതന്ത്ര പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ ഈ മൊയ്തു മൗലവി എന്ന മുജാഹിദ് നേതാവ് എസ് കെ പൊറ്റക്കാടും CH മുഹമ്മദ് സാഹിബും കൂടെ അവതാരികയും ആമുഖവും എഴുതിയ ഗ്രന്ഥത്തിൽ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നബീന നജീദിന്റെ ചരിത്രം എന്ന ഹെഡിങ്ങോട് കൂടെ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മുജാഹിദിന്റെ അറബി മലയാള മാസികയിൽ ഡേറ്റ് ഇട്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇതാ നബീന നജീദിന്റെ ചരിത്രം. വമ്പിച്ച വഹാബി സൈന്യം 1801 ഏപ്രിൽ 20-ാം തീയതി 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന, അഥവാ മുസ്ലിങ്ങൾക്ക് സുന്നികളുടെ നേരെ വഹാബികൾക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേരെ ഉണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു എന്ന് വ്യക്തമായി നബീന നജീദിന്റെ ചരിത്രം എന്ന അൽ ഇത്തിഹാദ് ആഗസ്റ്റ് മാസത്തിൽ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. ഇത് അവിടെ നടത്തിയ അക്രമമാണെങ്കിൽ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലും വഹാബി പ്രസ്ഥാന നേതൃത്വ തബ്ലീഗിനെ പറ്റി പറഞ്ഞതുപോലെ ചാൻസ് കിട്ടുന്നിടത്തൊക്കെ നടത്താറുണ്ട്. 1981 ഒക്ടോബർ ലക്കം അൽമനാറില് അരീകോട്ടുകാരൻ ഇബ്രാഹിം മൗലവി ലേഖനത്തിൽ കാണാം, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ പുണ്യമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴി പിഴച്ചവനും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മമ്പളം മക്കാമിലേക്ക് ജാറം മൂടാൻ നേർച്ചയാക്കിയാൽ എന്റെ കുഞ്ഞിന്റെ രോഗം സുഖപ്പെടും. മടവൂർ മക്കാം സിയാർത്ത് ചെയ്താൽ എന്റെ മുറാദ് ഹാസിലാകും എന്നൊരാൾ വിശ്വസിച്ചാൽ വിഡ്ഢിയാണ്, വഴി പിഴച്ചവനാണ്, മുശ്രിക്കാണ്. അവനെ കൊല്ലൽ നിർബന്ധമാണ്. വ്യക്തമായി 1981 ഒക്ടോബർ ലക്കം അൽമനാറിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ്. ഈ ആദർശയം പല സ്ഥലത്തും അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ട്. നമ്മുടെ തൊട്ടടുത്താണ് എടവണ്ണ എന്ന് പറയുന്ന പ്രദേശം. ആ എടവണ്ണ ടൗണില് ഇപ്പൊ നമ്മൾ സുന്നിയങ്ങാടി എന്ന് പുറത്ത് പറഞ്ഞ ജമാനങ്ങാടി, അതിന്റെ അപ്പുറത്തുള്ള എടവണ്ണ
എടവണ്ണയിലെ പഴയ പള്ളി. ആ പഴയ പള്ളിയുടെ ഖബർസ്ഥാനിൽ മഹാന്മാരായ 2 പേര് കിടക്കുന്നുണ്ട്. ഒന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന CH അലവി ഹാജി, അല്ല ദുർഗാശമാഫിയത്തും കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കറാമത്ത് കാണിച്ച ഉപ്പ. അതേപോലെ തന്നെ മറ്റൊന്ന് ആ പള്ളിക്ക് കാരണക്കാരായ മഹാനായ വലിയ, അവര് കാണിച്ചു കൊടുത്ത കറാമത്ത് കൊണ്ടാണ് ആ സ്ഥലം അമുസ്ലിമായ സഹോദരൻ നൽകി അവിടെ പള്ളിയും തൊട്ടടുത്ത് താമസങ്ങളും ഒക്കെ ഉണ്ടായത്. അവർക്ക് വലിയ മഖബറ അവിടെ ഉണ്ടായിരുന്നു. ആ മഖബറ എടവണ്ണ അലവി മൗലവി എന്ന് പറയുന്ന സലാസുല്ലമയുടെയും ജമീല ടീച്ചറുടെയൊക്കെ വാപ്പ അവിടെ വന്ന് വഹാബിസം പ്രചരിപ്പിച്ചതിന് ശേഷം കേരളത്തിൽ 2 മുസീബത്ത് ഒരൊറ്റ ഡേറ്റിലുണ്ടായി. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 1946 ഒതായിലെ സ്റ്റേജ് മുഴ. അന്ന് തന്നെ ഇവിടെ സത്യത്തിൽ ഇയാൾ ജുമുഅക്ക് ഉദ്ഘാടനം ചെയ്യാൻ PV മുഹമ്മദ് ഹാജിയുടെ താല്പര്യപ്രകാരം ഒതായിലേക്ക് പോയത് കൊണ്ട് മോയിൻകുട്ടി മൗലവിയെ ഇവിടെ ഖുത്ബോദാൻ നിർവഹിച്ചു എന്നും അദ്ദേഹത്തിന്റെ ഖുത്ബക്ക് ശേഷം ദീന മുജാഹിദുകൾ ജാറം പൊളിച്ചു എന്നും വിഗ്രഹ ധ്വംസനം അഥവാ ജാറം പൊളി എന്ന ഹെഡിങ്ങിൽ ഇത് സ്പെഷ്യൽ ജിഹാദ് സ്പെഷ്യൽ 87 എന്ന് പറയുന്ന മലയാള പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നിട്ട് ആ മഖബറയിൽ ആദ്യമായി പിക്കാസിട്ടത് കല്ലുവെട്ടി ചേക്കുമായിരുന്നു എന്ന് പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സദസ്സിലുണ്ടാകും നമ്മുടെ ഒറ്റപ്പോക്കൽ അലവി ഹാജി. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഒന്നുകൂടെ അതിന്റെ വിശദീകരണങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ലഭിക്കും. ചുരുക്കത്തിൽ ആ മഖബറ അവിടെ പൊളിച്ചു മാറ്റിയിട്ട് ലക്സ് സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കി എന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ടതാണ്. ഒന്നുകൂടെ പോയാൽ ചമ്പക്കുത്ത് റോഡിന് പരപ്പമ്പടി എന്ന സ്ഥലം അവിടെ ഉണ്ട്. എന്റെ ഇനീഷ്യലാണ്, പക്ഷേ സംഗതിയായ അവിടെ ആളുകളുടെ പേര് വന്നതാണ്. ആ സ്ഥലത്തുണ്ടായിരുന്ന ജാറവും ആ ജാറത്തിങ്കലേക്ക് ചന്ദ്രത്തിൽ എത്തിച്ചു വെച്ച CH അനുഭവങ്ങളും കേൾക്കാം. ഇപ്പൊ അത് എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒക്കെ പുതിയ ആവിഷ്കരണമാണ്. നാം ഗൂഡല്ലൂരിലേക്ക് കയറുമ്പോൾ അവിടെ കാണുന്ന ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖബറ അർദ്ധരാത്രി ഇരുളിന്റെ ചുരുൾ പൊളിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അവിടെ പിന്നെ സഞ്ചരിക്കുന്ന പോലീസ് അത് കാണുകയും കയ്യോടെ പിടിക്കുകയും ചെയ്തപ്പോൾ മരിച്ച മുജാഹിദ് പ്രവർത്തകനായിരുന്നു എന്ന് ഈ പരിസ്ഥിതി ചാനലിലൂടെ ഈ അടുത്ത് കാണിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ വഹാബിസത്തിന്റെ ഭീകരവാദത്തിന്റെ പൊയ്മുഖം ലോക ചരിത്രത്തിലുണ്ട്, കേരളത്തിൽ അതുണ്ട്. ഇപ്പോഴും അവരുടെ ആശയം അത് തന്നെയാണ്. പക്ഷേ ആ ആശയം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പണ്ട് റഹീം സാഹിബ് അള്ളാഹു തആല പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ പറഞ്ഞ ചെറുപ്പത്തിൽ കേട്ട് മറുപടി ഞാൻ ഓർക്കുന്നുണ്ട്. വരവും ചെലവും കൂട്ടിയ ഒക്കൂലെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് സത്യത്തിൽ അതിന്റെ തത്വമുള്ളത്. അതുകൊണ്ട് ഫുൾ ഭീകരവാദമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പോൾ ഭീകരവാദം നടത്തുന്ന ഫലസ്തീൻ, ആ ഫലസ്തീൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നാടൻ വർത്താനത്ത് പറഞ്ഞ മൂക്ക് കീപ്പിട്ട് മടമ്പ് ബേക്ക് പോയ ഒരു മനുഷ്യനും ഇല്ല. സാക്ഷാൽ അമേരിക്കയിൽ അടക്കം ഇസ്രായേലിൽ അടക്കം നല്ല സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഫലസ്തീനുകൾക്ക് വേണ്ടി. എന്നാൽ ഈ സമയത്തും അവിടെയുള്ള ഫലസ്തീനുകൾക്കെതിരെ ഇസ്രായേലിന് അനുകൂലമായി ഒരു മൗലവി സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ചൊയലി മൗലവി, അദ്ദേഹം തബ്ലീഗ് മൂത്ത് വഹാബിയായ ആളാണ്. നീർക്കോലി മൂത്ത് ചേരിയായി എന്ന് പറഞ്ഞത് മണ്ഡലി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് ജൂതന്മാർ ഫലസ്തീനിന്റെ മിഹ്റാബിൽ കയറി കളിച്ചാലും ഹമാസിനും ഫലസ്തീനികൾക്കും ആ മണ്ണ് വിട്ടുകൊടുത്തുകൂടാ എന്ന ഭീകരവാദം കൂടെ പറഞ്ഞത് ഇല്ലേ? ക്ലിപ്പില്ലേ? വന്നിട്ടുണ്ട്. ജൂതൻ ഖുദ്സിൽ കയറി. ഖുദ്സ് ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഖുദ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ. അത് ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി ഇവരുടെ കയ്യിൽ വന്നുകൂടാ, അവകാശികളുടെ കയ്യിൽ വന്നുകൂടാ എന്ന അമേരിക്കൻ വല്യേട്ട നയത്തിലേക്ക് തന്നെ നയിക്കുന്ന ആ തത്വമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ പഞ്ചായത്ത് എടവണ്ണ പഞ്ചായത്തിലെ പാലപ്പറ്റ, ആ പാലപ്പറ്റയില് സുന്നി പണ്ഡിതന്മാർ പാതിരാവ് അന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ കാതും കഴുത്തും
ചുറ്റും വാങ്ങി ഉണ്ടാക്കിയ ആ ചെറിയ പള്ളി പാലപ്പറ്റക്കാരി സദസ്സിലുണ്ടാകുമല്ലോ. ആ പള്ളി ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിന്റെ അക്കരെ പോയി നിന്നുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅ പോലും ഉപേക്ഷിച്ചുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് ആ പള്ളി പൂട്ടിച്ചത് ഭീകരവാദികളാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കൈ ചൂണ്ടിയാലെത്തുന്ന സ്ഥലത്തല്ലേ അത് നടന്നത്, അതും വെള്ളിയാഴ്ചയിലാണ്. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഒരു മണൽത്തരി പോലും കൊടുക്കാതെ ആ പള്ളിയും മദ്രസയും മോചിപ്പിച്ചു എന്നത് വേറെ കാര്യം. അതുപോലെ തന്നെ മുഹീദ്ദീൻ പള്ളി, ഷാദുലി പള്ളി, ഓരോന്നിടത്ത് നോക്കിയാലും അവിടെയൊക്കെ ഭീകരവാദം നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എടവണ്ണയിലെ ജുമയുടെ ഖുത്ബയുടെ മാറ്റവും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം ജുമ നിർവഹിച്ചിരുന്ന ആ മൗലവി ഉസ്താദ് ഉണ്ടെന്നിരിക്കെ തന്നെ അവിടെ നേരെ ചെന്നുകൊണ്ട് ആ ജുമന്റെ സമയമായപ്പോൾ മിമ്പറിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി ആ കിട്ടിയ മഹേശ്വര വിളിച്ചിരുന്ന വാള് പുറത്തേക്കെറിഞ്ഞുകൊണ്ട് മിമ്പറിൽ കയറിയിട്ട് ഫലമായിട്ടായിരുന്നു മലയാള ഖുത്ബ നടത്തിയത് എന്ന് മുജാഹിദിന്റെ സൗനിൽ എഴുതി വെച്ചതാണ്. സൈം കുറ്റ്യാടിയുടെ ചരിത്രങ്ങളുടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മഹാജി മുഹമ്മദ് അലി സാഹിബ് കുറ്റ്യാടിയിൽ ജുമാ നടത്തിയതിന്റെ വിശദമായ ചരിത്രത്തിൽ പറയുന്നത് കൊടുക്ക് വാങ്ങിയതും തിരിച്ചു കൊടുത്തതിനു ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ ആദ്യമായിട്ട് മലയാള ഖുത്ബ നടന്നു എന്നാണ്. അപ്പം ജാറം പൊളിയിലും പള്ളി പൂട്ടിക്കലിനും മക്ബറ പൊളിക്കുന്നതിനുമൊക്കെ ഭീകരവാദം കേരളത്തിൽ നടപ്പിലാക്കിയവരാണ് വഹാബികളും മൗദൂദികളും. അത് ആ അസ്ലിന്റെ തുടർച്ചയാണ് എന്ന് ലേഖസീതം ഉദ്ധരിക്കുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.